ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്നത് ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിട്ടാണ്. 10-30 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ക്രമക്കേടുണ്ടായതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട ആളാണ്. പിന്നീട് ചില സംഭാവനകളൊക്കെ നൽകി ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം അവിടുത്തെ ഒരു പ്രതിപത്തി പിടിച്ചു പറ്റുകയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ റിപ്പോർട്ടർ അവിടെ ബാംഗ്ലൂരിൽ ഈ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന്റെ വീടിനടുത്ത് തന്നെയാണ് പോയി അന്വേഷിക്കുകയും അവർ തത്സമയം പറയുകയും ഒക്കെ ചെയ്തത്. അതിനിടയിലാണ് ഈ നാട് തോറും നടന്ന് പ്രഗത്ഭമതികളായ ആളുകളുടെ പണമുള്ള മനുഷ്യരുടെയൊക്കെ വീടുകളിൽ ഇത് മുഴുവൻ നടത്തി പൂജ നടത്തി ഇദ്ദേഹം സമ്പാദിച്ചു എന്ന കാര്യം കൂടി മനസ്സിലാക്കുന്നത്. പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ കാര്യം ചെയ്യില്ലല്ലോ. അപ്പോൾ സ്വന്തം അധീനതയിലല്ലാത്ത ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഉരുപ്പടികൾ നാട് മുഴുവനും കൊണ്ടു നടന്ന് അത് പ്രദർശിപ്പിച്ച് പ്രത്യേക പൂജ നടത്തി, സ്പോൺസറാണേ, പൂജ നടത്തി അതിൽ നിന്ന് പണപ്പിരിവ് നടത്താൻ പോകുന്ന തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് ശബരിമല അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ നേരത്തെ ശ്രീ CR രാധാകൃഷ്ണനോട് ചോദിച്ചൊരു കാര്യം, ഇത് 40 വർഷത്തെ വാറണ്ടി എന്ന കാര്യം അവിടെ ആർക്കും ഓർമ്മയില്ല. തിരുവാഭരണ കമ്മീഷൻ അങ്ങൊന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ് കത്തെഴുതി വാങ്ങുന്ന സമയത്ത് ഈ സ്മാർട്ട് ക്രിയേഷൻസ് 40 വർഷത്തെ വാറണ്ടിയോട് കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ചെലവില്ലാതെ ചെയ്യാൻ കഴിയും എന്ന ബോധവും ബുദ്ധിയും ഇല്ലാത്ത മനുഷ്യരാണോ അവിടെ ഇരുന്നത് നിയന്ത്രിക്കുന്നത്? അല്ല, അവിടെ ഒരു സാങ്കേതികമായിട്ടൊരു പക്ഷേ ഉന്നയിക്കാനുള്ള സാധ്യത, സ്മാർട്ട് ക്രിയേഷൻസ് എൻ്റെ വക്കീല് മാധ്യമങ്ങളിൽ പറയുന്നത് സ്വർണം അവരെടുക്കില്ല എന്നുള്ളതാണ്. സ്വർണം പുറത്ത് സ്പോൺസർമാർ കൊടുത്തിട്ടുള്ളതാണ്. ഇവർ ഇതിൻ്റെ മുകളിൽ പ്ലേറ്റിംഗ് മാത്രമേ നടത്തുന്നുള്ളൂ. അതുകൊണ്ട് സ്വർണത്തിൻ്റെ അളവിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ എടുക്കില്ല, അത് ഞങ്ങൾക്ക് തരണം എന്നുള്ളതാണ്. പക്ഷേ എങ്ങനെയാണ് ഈ 5 വർഷം കൊണ്ട് ഏതാണ്ട് 2.5 പവൻ സ്വർണം കുറവ് വന്നത് എന്നുള്ള കാര്യം വിശദീകരിക്കാൻ ഇവർക്ക് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നത്, 2019 ദേവസ്വം ഭരിച്ചിരുന്ന ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ, അതേപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ പ്രസിഡന്റായിരുന്ന പത്മകുമാർ, ഈ ആളുകൾക്ക് ഈ കാര്യത്തിൽ എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? എന്തിനാണ് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ സ്ഥാപിച്ചിട്ടുള്ളത്? അത് ക്ഷേത്രങ്ങളുടെ സ്വത്തിൻ്റെ മേൽനോട്ടം നടത്താനും അത് സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണല്ലോ. ദേവൻ്റെ സ്വത്ത് മൈനറായിട്ടുള്ള ദേവന് സ്വന്തം രീതിയിൽ സംരക്ഷിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ ദേവൻ്റെ സ്വത്തിൻ്റെ മാനേജർ എന്നുള്ള രീതിയിലുള്ള ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ തന്നെ നമ്മൾ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. ആ ദേവസ്വം ബോർഡ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ദൗത്യം, അതിൻ്റെ ബേസിക് പർപ്പസ് നിർവഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിന് നിലനിൽക്കാനുള്ള അർഹത? ഈ സംവിധാനം പിരിച്ചുവിട്ടിട്ട് ഇതേപോലത്തെ വല്ല ആളുകളെ ഏൽപ്പിച്ചൂടെ, സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിച്ചൂടെ? അവരാണല്ലോ ഈ കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം നിൽക്കുമ്പോഴും ചെയ്യുന്നത്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ കാര്യങ്ങൾക്ക് മുഴുവൻ മേൽനോട്ടം നടത്താൻ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ദേവസ്വം മന്ത്രാലയം, ദേവസ്വം മന്ത്രി അദ്ദേഹം 2020-ലും 2021-ലും ശബരിമലയിൽ ഈ ഉത്സവത്തിൻ്റെ സമയത്ത് പോയിട്ട് കയ്യിൽ കൊടുത്തിട്ടുള്ള തീർത്ഥം സാനിറ്റൈസർ പോലെ തുടച്ച് നിന്നിരുന്നല്ലോ. തൻ്റെ മുന്നിലിരിക്കുന്നത് ഇവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുള്ള മുതൽ പുതിയൊരു മുതൽ കൊണ്ടുവച്ചിരിക്കുകയാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടി എടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം എന്ത് രീതിയിലാണ് ദേവസ്വം മന്ത്രി എന്നുള്ള പദവിയിൽ ഇരുന്നിരുന്നത്? അത് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം, ഗുരുതരമായിട്ടുള്ള ഉത്തരവാദിത്ത ലംഘനം, ഗുരുതരമായിട്ടുള്ള വീഴ്ച ഈ പറയുന്ന ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു തരത്തിലുള്ള മോണിറ്ററിങ്ങും ഈ പറയുന്ന സംവിധാനം നടത്തിയിരുന്നില്ല. അവിടെ കൺമുന്നിലുള്ള കാര്യങ്ങൾ കട്ടുകൊണ്ട് പോയാൽ പോലും ഇവർ അറിയുമായിരുന്നില്ല. അത് 6 കൊല്ലത്തിന് ശേഷം ഒരു ഹൈക്കോടതി കണ്ടുപിടിക്കുന്നത് വരെ ഇതെല്ലാം ഭദ്രമാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇവർ. ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളെ തന്നെ വീണ്ടും ഇതേ സ്വർണ്ണപ്പാളികളുടെ മേൽനോട്ടം നടത്താനും അതിൻ്റെ അറ്റകുറ്റപ്പണി നടത്താനും ഏൽപ്പിക്കാൻ തക്കവണ്ണമുള്ള നേവിറ്റി ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ എന്ത് അഭിമാനത്തിലാണ് ഇന്ന് രാത്രി കിടന്നുറങ്ങാന്ന് എനിക്കറിയില്ല. അവർക്ക് ഈ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമില്ല. അവർക്ക് ജനങ്ങളോട് ഇത് വിശദീകരിക്കേണ്ട ബാധ്യതയില്ലേ? ഇനിയിപ്പോൾ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണെങ്കിൽ ഇവരും കൂടി ഈ കേസിൽ പ്രതിയാവണ്ടേ? കടകംപള്ളി സുരേന്ദ്രനെതിരെയും പത്മകുമാറിനെതിരെയും കേസെടുത്ത് അന്വേഷണം വേണ്ടേ? കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു തിരിമറിയല്ലേ ഇത്? ഈ പറയുന്ന കുറ്റം മുഴുവൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തിയുടെ മേലെ ചാരി വെച്ചുകൊണ്ട് ദേവസ്വം ബോർഡിനും സർക്കാരിനും സുരക്ഷിതരാവാൻ കഴിയും എന്നൊരിക്കലും വിചാരിക്കാൻ പറ്റില്ല. കാരണം ഈ സംവിധാനത്തിൻ്റെ മുഴുവൻ അറിവോടും പങ്കാളിത്തത്തോടും അവരുടെ കൂട്ടോടും കൂടിയിട്ടാണ്, അവരുടെ പങ്കാളിത്തത്തോടും കൂടിയിട്ടാണ് ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഞാൻ വേണമെങ്കിൽ ഈ പ്ലേറ്റുകൾ സ്വർണ്ണം പൂശി തരാമെന്നൊരു അപേക്ഷ കൊടുക്കാം. പക്ഷേ ആ അപേക്ഷ പരിശോധിക്കേണ്ടതും അത് അനുവദിക്കേണ്ടതും ഈ സ്വർണ്ണ പ്ലേറ്റുകൾ ഇയാളുടെ കയ്യിൽ ഒറ്റയ്ക്ക് കൊടുത്തുവിടാൻ തീരുമാനിക്കേണ്ടതും ആരും അനുഗമിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതും മാത്രമല്ല, ഇത് തിരിച്ചു കൊണ്ടുവന്ന സമയത്ത് അളക്കാതിരുന്നതും മഹസറിൽ ഇത് ഗോൾഡ് പ്ലേറ്റ് എന്നത് എഴുതാതിരുന്നതും ഇത് കേവലം ചെമ്പാണെന്ന് എഴുതി വെച്ചതും എല്ലാം ഇതൊന്നും ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, ഇതെല്ലാം ചെയ്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയും എല്ലാ തരത്തിലുള്ള അനുഗ്രഹാശിസ്സുകളും ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഹയർ ലെവലായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള പിന്തുണ ഇയാൾക്ക് ഉണ്ടായിരുന്നു. അതില്ലാണ്ട് ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കുറ്റകൃത്യമല്ലത്. അതുകൊണ്ട് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഇപ്പോഴും മീഡിയയ്ക്ക് ബൈറ്റൊക്കെ കൊടുത്ത് നടക്കുകയാണ്. അയാൾക്കെതിരെ പോലും ഒരു കേസ് എടുത്തിട്ട് അയാളെ അകത്താക്കി അയാളെ ചോദ്യം ചെയ്യാനോ
അയാൾ ഇപ്പോഴും ഈ സ്വർണ്ണ പ്ലേറ്റ് എവിടെയാണെന്നുള്ളത് ഇയാൾക്കറിയാലോ. ഇയാൾ കൊണ്ടുപോയിട്ടുള്ള പ്ലേറ്റ് അല്ലേ ഈ കാണാനില്ല എന്ന് പറയുന്നത്. വിജയ് മല്യ സ്വർണ്ണം പൂശിയിട്ടുള്ള 999 ഗോൾഡൻ പ്ലേറ്റ്സ് എവിടെ, അത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പറയാൻ കഴിയുന്ന വ്യക്തിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്നാൽ അദ്ദേഹത്തെ ഈ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യം പോലും ഒരു പോലീസിന്റെ ഒരു സംവിധാനം അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനോ അദ്ദേഹത്തിൽ നിന്ന് ആ വിവരങ്ങൾ കളക്ട് ചെയ്യാനോ തയ്യാറാവുന്നില്ല. ഒരു FIR ഒരു കേസോ ഈ കാര്യത്തിന്റെ മുകളിൽ ഇപ്പോഴും ഇല്ല. ദേവസ്വം മന്ത്രി അന്നത്തെ കാലത്ത് ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. അതൊക്കെ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ബിന്ദു എന്ന് പറയുന്ന ഒരു ദളിത് സ്ത്രീ അവരെങ്ങാനും ആയിരിക്കണമായിരുന്നു നമ്മുടെ കേരള പോലീസ് വരി നിന്ന് ഈ കേസ് തെളിയിച്ചേനെ. പക്ഷെ ഇതിപ്പോ പ്രിവിലേജ് ഉള്ള ആളായിപ്പോയി, വലിയ വലിയ സമ്മർദ്ദ ശേഷിയുള്ള ആളായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? അതൊരു പരിമിതിയാണ് നമ്മുടെ സംവിധാനത്തിന്.